ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിലും അതേപോലെ തന്നെ +2ലാണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം, ദെൻ പോളൻ ഗ്രെയിൻ, അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കാനുണ്ട്. പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം, അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്, പോളിനേഷൻ, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, എൻഡോസ്പേം, എംബ്രിയോ, സീഡ്, എപ്പോമിക്സിസ്, പോളിഎംബ്രിയോണി. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ആ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ എന്താ പറയുക എക്സ്പ്ലനേഷനും. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a typical angiosperm embryo sac at maturity is 7 nucleate and 8 cell, 7 nucleate and 7 cell, 8 nucleate and 8 cell, 8 nucleate and 7 celled. ഒരു ആൻജിയോസ്പെർമിൽ കാണുന്ന എംബ്രിയോ സാക്ക് അതിൻ്റെ മെച്യൂരിറ്റി എത്തി കഴിയുമ്പോൾ അതിലുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെയും അല്ലെങ്കിൽ സെൽസിൻ്റെയും കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. എംബ്രിയോ സാക്ക് എന്താണ്, അതിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സ് കാണാൻ പറ്റും, ഇതൊക്കെ നമുക്കൊരു ഡൗട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വിത്ത് ഫിഗർ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്രയൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഒരു ആൻജിയോസ്പേം അതിൻ്റെ എംബ്രിയോ സാക്ക് മെച്യൂരിറ്റി ടൈമിൽ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് കണ്ടീഷനായിരിക്കും എപ്പോഴും കാണുന്നത്. അടുത്തത്, ദ ടേം യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം anther of one plant to stigma of the different plant which during pollination bring genetically different types of pollen grain to stigma is geitonogamy, chasmogamy, cleistogamy, then xenogamy. ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ ആണ്. നമുക്കറിയാം ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ വന്നു വീഴുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അങ്ങനെ ഈ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലാണ് വന്ന് വീഴുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് ബ്രിങ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻ, ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയുള്ള പോളൻ ഗ്രെയിൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ടേം നമ്മൾ റെഫർ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ സീനോഗമിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പോളിനേഷൻ എന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും ഒക്കെ നമുക്ക് നോക്കാം. പോളിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ്. അതായത് ഒരു ഫ്ലവറിൽ നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേമൻ എന്ന് പറയും. ഒരു ഫ്ലവറിലെ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റേമൻ. അപ്പോൾ ഈ സ്റ്റേമന് 2 പാർട്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ലോങ് ട്യൂബ് പോലെ കാണുന്ന ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഓക്കെ, ലോങ് ട്യൂബ് പോലെ കാണപ്പെടുന്ന ഫിലമെൻറ്റ്. അതേപോലെ ഈ ഫിലമെൻ്റ് ടിപ്പിലായിരുന്നു നമുക്ക് ഇതേപോലെ, അത് പല ഷേപ്പിലായിരിക്കും പല ഫ്ലവറിൽ കാണുന്നത്. ഞാനിവിടെ കിഡ്നി ഷേപ്പ് വരച്ചതേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഏറ്റവും ടിപ്പിലായിട്ട് കാണപ്പെടുന്ന ആന്തറും ഉണ്ട്. അപ്പോൾ സ്റ്റേമൻ എന്ന് പറയുന്നത് ഫ്ലവറിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ആ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന് സ്റ്റേമന് 2 പാർട്ടുണ്ട്, ഫിലമെൻ്റ് ആൻഡ് ആന്തർ. ഈ ആന്തറിൻ്റെ ഉള്ളിലായിട്ടാണ് പോളൻ ഗ്രെയിൻസ് കാണുന്നത്. നമ്മൾ പൂമ്പൊടി എന്നൊക്കെ പറയുന്ന പോളൻ ഗ്രെയിൻസ് കാണുന്നത്. ഇനി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ഗൈനീഷ്യം, അല്ലെങ്കിൽ നമുക്ക് പിസ്റ്റിൽ എന്നൊക്കെ പറയാം. ഇതിന് 3 പാർട്സ് ആണുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു പാർട്ട് കാണാം. ഈ പാർട്ടിനെ പറയുന്ന പേരാണ് സ്റ്റിഗ്മ. ദെൻ താഴെ കുറച്ച് ലോങ് ട്യൂബ് പോലെ കാണുന്ന ഈ ഭാഗത്തെ പറയുന്നതാണ് സ്റ്റൈലിന് പറയും. ആൻഡ് ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു സോളൻ പോർഷൻ ഉണ്ട്, ആ പോർഷനെ പറയുന്ന പേരാണ് ഓവറി. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ എ ഫ്ലവർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്ട്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പോൾ ഈ ഓവറിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഒവ്യൂൾ കാണാം. ഓക്കെ, ഒരുപാട് ഒവ്യൂൾസ് ഉണ്ടാവും. ഞാൻ ഒവ്യൂൾ കാണിക്കുവാണ്. അപ്പോൾ ഓവറുള്ളിലായിട്ട് ഒവ്യൂൾസ് കാണാം. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ, ഈ ആന്ത്രിൽ നിന്നും റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ നേരെ എവിടെ വന്ന് വീഴും, സ്റ്റിഗ്മയിൽ വന്ന് വീഴും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ബാക്കി സ്ട്രക്ചേഴ്സൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത്രയും ഓർക്കുക, ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിനേഷൻ. നമുക്ക് 3 ടൈപ്പ് പോളിനേഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെൽഫ് പോളിനേഷൻ.
യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ നടക്കുന്നതാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബൈസെക്ഷൽ ഫ്ലവറിൽ നടക്കുന്നതാണ്. ബൈസെക്ഷലാണേ, മാറിപ്പോയതാണ്. ബൈസെക്ഷൽ ഫ്ലവറിൽ നടക്കുന്നതാണ് നമുക്ക് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ബൈസെക്ഷൽ മീൻസ് ഒരു ഫ്ലവറിൽ തന്നെ ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതേപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവർ. 2 സെക്സ് ഓർഗൻസും ഒറ്റ ഫ്ലവറിലാണെങ്കിൽ, ഒരു സിംഗിൾ ഫ്ലവറിലാണെങ്കിൽ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയും. ഇനി അതല്ല, ഒരു ഫ്ലവറിൽ മെയിലോ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ യൂണിസെക്ഷൽ എന്ന് പറയും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ. അപ്പോൾ ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒറ്റ ഫ്ലവറിൽ തന്നെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിബിസ്കസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ തന്നെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവർ എടുത്തിട്ട് ആ സിംഗിൾ ഫ്ലവറിലേക്ക് തന്നെയാണ് വന്ന് വീഴുന്നതെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണെന്ത്? ഓട്ടോഗമി എന്ന് പറയും. ഒരു സിംഗിൾ ഫ്ലവർ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഗീറ്റ്നോഗമി അങ്ങനെയല്ല. ഒരു പ്ലാന്റ്, ഈ ഒരു പ്ലാന്റിൽ 2 ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഇതൊരു ഫ്ലവർ, ഇതൊരു ഫ്ലവർ. അത് ഒന്നുകിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ ആയിരിക്കാം. എങ്ങനെ ആയിക്കോട്ടെ. യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൽ മെയിലും അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ ഫീമെയിലും മാത്രമേ കാണൂ. ഇത് മെയിലാണെന്ന് വിചാരിക്കാം, ഇതല്ലെങ്കിൽ ഫീമെയിലാണെന്ന് വിചാരിക്കാം. അതുമല്ലെങ്കിൽ ഇത് ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കാം. ഓക്കെ, മെയിലും ഫീമെയിലും ഇതിൽ തന്നെ കാണാം, ഇതിലും മെയിലും ഫീമെയിലും കാണാം. ഏത് കണ്ടീഷനും നമുക്കിവിടെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ ആന്തറിൽ നിന്നുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ സെയിം പ്ലാന്റിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അടുത്ത ഫ്ലവറിലേക്ക് വന്ന് വീഴുകയാണ്. ഇതിന് നമ്മൾ പറയുന്നതാണ് ഗീറ്റ്നോഗമി എന്നാണ് നമ്മളതിനെ പറയുന്നത്. എന്താ പറയുക? ഗീറ്റ്നോഗമി എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദി അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. നമ്മൾ മാരേജ് ബിറ്റ്വീൻ നൈബേഴ്സ് എന്നൊക്കെ പറയാം. ഒരു സിംഗിൾ പ്ലാന്റ് ആണ്. ആ സിംഗിൾ പ്ലാന്റിലെ 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഗീറ്റ്നോഗമി എന്നാണ് പറയുന്നത്. അതും ടൈപ്പ് ഓഫ് ക്രോസ് പോളിനേഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ജനറ്റിക്കലി ഇവർ സിമിലർ ആയിരിക്കും. ഒരൊറ്റ പ്ലാന്റ് അല്ലേ, അതിൻ്റെ 2 ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ജനറ്റിക്കലി സിമിലർ ആയിട്ടായിരിക്കും നമ്മളിവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഈസ് സീനോഗമി ആണ്. നമുക്കിതിനെ അല്ലോഗമി എന്നോ ക്രോസ് പോളിനേഷൻ ഒക്കെ വിളിക്കാം. എങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ആണ് കേട്ടോ. ഇവിടെ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. ഇതൊരു പ്ലാന്റ് ആയിരിക്കും, ഇതൊരു പ്ലാന്റ് ആയിരിക്കും. ഈ പ്ലാന്റിൽ ഒരു ഫ്ലവർ കാണാം, ഈ പ്ലാന്റിലും ഒരു ഫ്ലവർ കാണാം. ആൻഡ് ഈ ഒരു പ്ലാന്റിൽ നിന്നുള്ള ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇതേപോലെ അടുത്ത പ്ലാന്റിലെ ഒരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുകയാണെങ്കിൽ ദാറ്റ് ഈസ് സീനോഗമി ഓർ അല്ലോഗമി എന്നോ ക്രോസ് പോളിനേഷൻ ഒക്കെ നമുക്ക് വിളിക്കാം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെൻറ്റ് പ്ലാന്റ് ഈസ് നോൺ ആസ് സീനോഗമി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് പോളിനേഷൻ ആൻഡ് 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഓട്ടോഗമി സെൽഫ് പോളിനേഷന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നോ നീഡ് ഓഫ് പോളിനേറ്റേഴ്സ് അല്ല, ഇവിടെ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഹണിബീയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക ബാക്കി വിൻഡിൻ്റെയോ വാട്ടറിൻ്റെയോ ഒരു തരത്തിലുമുള്ള പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ആൻഡ് അഷ്യൂർസ് സീഡ് സെറ്റിംഗ്, അതായത് സീഡ് സെറ്റിംഗ് ഓക്കെയാണ്. ഒരു രീതിയിലും പോളൻ ഗ്രെയിൻസ് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സീഡ് സെറ്റിംഗ് ഓക്കെ ആണെന്ന് അവിടെ പറയാൻ സാധിക്കും. അടുത്തത് ഡിസഡ്വാൻറ്റേജ് ഓഫ് സെൽഫ് പോളിനേഷൻ. ഒരു വേരിയേഷൻ ഉണ്ടാകുന്നില്ല. പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുമ്പോഴായാലും അവൻ്റെ എല്ലാം ഫ്ലവേഴ്സ് എങ്ങനെയാണോ ആ പാരൻ്റ് പ്ലാന്റ് ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും. ആൻഡ് നോ വേരിയേഷൻസ്, ഒരു തരത്തിലുമുള്ള വേരിയേഷൻസ് ഇല്ല. ആൻഡ് റിസൾട്ട് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെയോ ഫ്രൂട്ടിൻ്റെയോ എല്ലാം ക്വാളിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇംബ്രീഡിങ് ഡിപ്രഷനിലേക്ക് പോകുമെന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്, ക്വാളിറ്റി കുറയുക. ആൻഡ് ഇനി ചില പ്ലാന്റ്സിൽ, അതായത് നമുക്ക് എക്സാമ്പിൾ വയോള, ഓക്സാലിസ്, കെമലീന എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്.
ഇതും ശരിക്കും ഓട്ടോഗാമിയുടെ താഴെ തന്നെ ഒന്നാണ്. 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ഇതിൽ ഫ്ലവേഴ്സ് വിത്ത് ആർ സിമിലർ ടു ഫ്ലവേഴ്സ് ഓഫ് ദ അതർ സ്പീഷീസ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. അതായത് കാസ്മോഗ്യാമസ് എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. അതായത് എന്തായിരിക്കുള്ളൂ, ഇവർ ഓപ്പൺ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെ ആന്തറും സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആയിരിക്കും. ഓക്കെ, എക്സ്പോസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളതിനെ കാസ്മോഗ്യാമസ് എന്ന് പറയും. ഒരു പ്ലാന്റിൽ തന്നെയാണ് നമ്മളിത് കാണുന്നത്. ഒരു പ്ലാന്റിൽ കാസ്മോഗ്യാമസ് ഉണ്ടാവും, ക്ലീസ്റ്റോഗ്യാമസ് ഉണ്ടാവും. ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്, വിച്ച് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. അത് തുറക്കില്ല. ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പറയുന്നതാണ് നമ്മൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. ഇങ്ങനെ ഓർത്താൽ മതി, സി ക്ലീസ്റ്റോ ക്ലോസ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണെന്നും കാസ്മോഗ്യാമസ് എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലവേഴ്സ് ആണെന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ ആന്തറും സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കാസ്മോഗ്യാമസ് ഫ്ലവർ. ഓക്കെ ആണല്ലോ. പോളിനേഷ്യൻ 3 ടൈപ്പ്, ആൻഡ് ഓക്സാലിസ് വയോള, ഓക്സാലിസ് കെമലീന, കോമൺ പാൻസീനയാണ് നമ്മൾ വയോള എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പ്ലാന്റ് ആയിരിക്കും കേട്ടോ അത്. ആൻഡ് ഏജൻറ്റ്സ് ഓഫ് പോളിനേറ്റേഴ്സ്. ഏജൻറ്റ് ഓഫ് പോളിനേഷൻ നമ്മൾ പോളിനേറ്റേഴ്സ് എന്ന് പറയും. എബയോട്ടിക് പോളിനേറ്റേഴ്സ് ഉണ്ട്, ബയോട്ടിക് പോളിനേറ്റേഴ്സ് ഉണ്ട്. അതിൽ എബയോട്ടിക് പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബയോട്ടിക് നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എബയോട്ടിക് എന്ന് പറയുന്നത്. വിൻഡ്, വാട്ടർ, ഇതെല്ലാം എബയോട്ടിക് പോളിനേറ്റേഴ്സിൽ എക്സാമ്പിൾ ആണെങ്കിൽ, ബയോട്ടിക് പോളിനേറ്റേഴ്സ് ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ലിവിങ് ഏജൻസ് ആണ് ബയോട്ടിക് പോളിനേറ്റേഴ്സ്. ഇൻസെക്റ്റ്, ബേർഡ്സ്, ബാറ്റ്, സ്നെയിൽ, ആൻസ്, ഇവരെല്ലാം തന്നെ ബയോട്ടിക് പോളിനേറ്റേഴ്സിൽ വന്നതാണ്. ഇനി ബയോട്ടിക് പോളിനേറ്റ്സിൽ വിൻഡ് അതേപോലെ വാട്ടർ ആണ് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വന്നത്. ആൻഡ് വിൻഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എനമോഫില്ലി, ആൻഡ് വാട്ടർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഹൈഡ്രോഫില്ലി. അപ്പോൾ വിൻഡാണ് പോളിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് പറയുന്ന കോമൺ നെയിം ഈസ് അനമോഫിലി എന്നാണ്. മെയിനായിട്ടും ഗ്രാസസിലൊക്കെയാണ് എനമോഫിലി നടക്കുന്നത്. ആൻഡ് വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹൈഡ്രോഫില്ലി. സോസ്റ്ററ, വാൽസ്നെറിയ തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹൈഡ്രോഫിലി കാണിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ. ദെൻ ബയോട്ടിക് പോളിനേറ്റേഴ്സിൽ ഇൻസെക്റ്റ് ഉണ്ട്. ഇൻസെക്റ്റ് പോളിനേഷൻ നടത്തുന്നത് ഹിബസ്കസ് പോലുള്ള പ്ലാന്റ്സ് ആണ്, അതിനെ എൻറ്റമോഫില്ലി എന്ന് പറയാം. ഇനി ബേർഡ്സ് ആണ് പോളിനേറ്റിംഗ് ഏജന്റ് എങ്കിൽ ഓർണിത്തോഫില്ലി. അതിൽ കാലിസ്റ്റമോൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെ എക്സാമ്പിൾ ആണ്. ആൻഡ് ബാറ്റൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കൈറോടെറോഫില്ലി എന്നാണ് അതിനെ പറയുന്നത്. അഡാൻസോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ബാറ്റ് പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ആൻഡ് സ്നെയിൽ ആണെങ്കിൽ മാലക്കോഫില്ലി ആണ് നമ്മുടെ സ്നെയിൽ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സ് മീൻസ് അതിന് പറയുന്ന പേര്. അതിൽ അരിസൈമ എന്ന് പറയുന്ന പ്ലാന്റ് എക്സാമ്പിൾ ആണ്. ആൻഡ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സ് ഉണ്ട്, നമ്മളതിനെ മെർമിക്കോഫില്ലി എന്ന് പറയും. എക്കേസിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻസെക്ട് പോളിനേഷനെ പറയുന്നത് എൻറ്റമോഫില്ലി എന്നാണ്. ബേർഡ് പോളിനേഷൻ ആണെങ്കിൽ ഓർണിത്തോഫില്ലി, ബാറ്റ് പോളിനേഷൻ ആണെങ്കിൽ കൈറോടെറോഫില്ലി ആണ്. സ്നെയിൽ വഴി പോളിനേഷൻ നടക്കുന്ന നമ്മൾ മാലക്കോഫില്ലി എന്ന് പറയും. ആൻഡ് ആണെങ്കിൽ മെർമിക്കോഫില്ലി. വിൻഡ് ആണെങ്കിൽ എനമോഫില്ലി, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫില്ലിയാണ് എക്സാമ്പിൾ. ഇതൊന്ന് ഇങ്ങനെ തന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് മറക്കരുത്, നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗം കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സം മെമ്പേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് pairs of families pollen grain retain their viability for month after release. ഒരു പ്ലാന്റിൽ ആന്തറിൽ നിന്ന് pollen grains റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് മാസങ്ങൾ അത് വയബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന് ജെർമിനേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ഏത് ഫാമിലീസ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പൊയേസിയെ ലെഗ്മിനേസിയെ, ഓപ്ഷൻ ബി പൊയേസിയെ സൊളാനേസിയെ, ഓപ്ഷൻ സി റോസേസിയെ ലെഗ്മിനേസിയെ, ഓപ്ഷൻ ഡി പൊയേസിയെ റോസേസിയെ. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റോസേസിയെ ലെഗ്മിനേസിയെ. ഈ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? വയബിൾ പോളൻ ഗ്രെയിൻസ് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് റിലീസിന് ശേഷവും ഒരുപാട്, അതായത് മാസങ്ങളോളം അവരുടെ വയബിലിറ്റി, ജെർമിനേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കാരണമാണ്. നെക്സ്റ്റ് ഇതിൽ വേറെ നമുക്കൊരു മെയിൽ ഗ്യാമിൻ്റെ ഒരു ഫോർമേഷൻ കൂടി നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതായത്
നമ്മുടെ പൊളങ്ഗ്രെയിൻ എപ്പോഴും നമുക്കറിയാം ആന്തറാണ് റിലീസ് ചെയ്യുന്നത്. ആന്തർ റിലീസ് ചെയ്ത് കഴിയുന്ന ഒരു പൊളങ്ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഒരു പൊളങ്ഗ്രെയിൻ. ഈ പൊളങ്ഗ്രെയിനിൽ നമുക്ക് 2 ടൈപ്പ് സെൽസ് കാണാം, ഓർ ന്യൂക്ലിയസ് കാണാൻ പറ്റും. വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസ് നമുക്ക് പറയാം. ഓക്കെ, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും. ചില പ്ലാന്റ്സ് ഇതേപോലെ ഓക്കെ, ഒരു സെല്ലിൽ തന്നെ നമുക്ക് 2 ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസും ഉണ്ട്, സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയാം. ഓക്കെയാണ്. അപ്പോൾ ചില പ്ലാന്റ്സിൽ ഈ മെയിൽ ഗ്യാമെറ്റ് അല്ലെങ്കിൽ പൊളങ്ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 സെൽഡ് സ്റ്റേജിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ജനറേറ്റീവ് സെല്ലുണ്ടാകും, ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ടാകും. ഇനി ഇതിന് ശേഷം ഈ വെജിറ്റേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗ്യാമെറ്റ് ആയിട്ട് മാറും. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമെറ്റ് ആയിട്ട് മാറും. അപ്പോൾ അത് 3 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറുവാണ്. അപ്പോൾ ചില പ്ലാന്റ്സ് പൊളങ്ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് 2 സെൽഡ് സ്റ്റേജിലായിരിക്കും. എപ്പോഴാണോ സ്റ്റിഗ്മയിൽ വന്ന് അത് അറ്റാച്ച് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗ്യാമെറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ചില പ്ലാന്റ്സ് 2 സെൽഡ് സ്റ്റേജിൽ റിലീസ് ചെയ്യും, പൊളങ്ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ഇനി ചില പ്ലാന്റ്സ് ആണെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലായിരിക്കും പൊളങ്ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അതായത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗ്യാമെറ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ പ്ലാന്റ് പാർട്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 ജനറേഷൻ വൺ വിത്തിൻ ദി അനദർ. ഇതിലേത് പ്ലാന്റ് പാർട്ടിലാണ് ഒന്നിൽ 2 ജനറേഷൻ കാണും, വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 ജനറേഷൻ വൺ വിത്തിൻ അനദർ എന്നാണ് ചോദിക്കുന്നത്. പൊളങ്ഗ്രെയിൻ ഇൻസൈഡ് ദ ആന്തർ, germinated pollen with 2 male gamete, seed inside the fruit, embryo sac inside the ovule. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് 1, 2 and 3. ഓപ്ഷൻ ബി 3 and 4, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 1 ഓൺലി. ഇതിലേതിലായിരിക്കും 2 ജനറേഷൻ 1 വിത്തിൻ ദ അതെന്ത് പറയുന്നത്? അതിൻ്റെ ആൻസർ വന്നത് 1 and 3 ആണ് കേട്ടോ. പൊളങ്ഗ്രെയിൻ ഇൻസൈഡ് ദ ആന്തർ, ഒരു ആന്തറിൻ്റെ ഉള്ളിൽ ഒരു പൊളങ്ഗ്രെയിൻ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് 2 ജനറേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എംബ്രിയോ സാക്ക് ഇൻസൈഡ് ദ ഒവ്യൂൾ, ഒരു ഒവ്യൂളിനുള്ള എംബ്രിയോ സാക്കും. ആൻഡ് ദീസ് ആർ ദ എക്സാമ്പിൾ ഫോർ ദ 2 ജനറേഷൻ 1 വിത്തിൻ ദി അനദർ. ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ വാട്ടർ ഹയാസിൻ ആൻഡ് വാട്ടർ ലില്ലി പോളിനേഷൻ ടേക്ക് പ്ലേസ് ബൈ. വാട്ടർ ഹയാസിൻറ്റിലും വാട്ടർ ലില്ലിയിലും പോളിനേഷൻ നടക്കുന്നത് ഏത് ഏജൻറ്റ് വഴിയായിരിക്കും? വാട്ടർ കറൻസ് ഓൺലി, വിൻഡ് ആൻഡ് വാട്ടർ, ഇൻസെക്റ്റ് ആൻഡ് വാട്ടർ, ഇൻസെക്റ്റ് ഓർ വിൻഡ്, ഏതായിരിക്കാം? വാട്ടർ ഹയാസിന്താണ്, വാട്ടർ ലില്ലിയാണ്. വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നത് പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് ബയോട്ടിക് ഫാക്ടർ ആയിട്ടുള്ള വാട്ടർ ആണ് എന്നായിരിക്കുള്ളൂ. ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. നിങ്ങൾക്ക് ഉറപ്പാണെന്ന് തോന്നുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ ഏതാണെന്നുള്ളത്. ഇമാജിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ആൻസർ പറയാം. എൻ്റെ ആൻസർ ഇൻസെക്റ്റ് ഓർ വിൻഡാണ്. വാട്ടർ ഹയാസിന്നാണ്, നമ്മുടെ കുളവാഴയാണ്. കുളവാഴയുടെ ഫ്ലവേഴ്സ് എവിടെയാണ് കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സമയത്തൊക്കെ ഇങ്ങനെ തോടുകളിലും പുഴകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് കുളവാഴ കാണാം. നല്ലൊരു പേർപ്പിൾ കളറിലുള്ള ലൈറ്റ് പേർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും അല്ലേ, ഒരു ലാവൻഡർ കളറിലേക്ക്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വെള്ളത്തിന് മുകളിലാണ് നിൽക്കുന്നത് അല്ലേ. വെള്ളത്തിന് മുകളിലായതുകൊണ്ട് തന്നെ വാട്ടർ കറണ്ട് ഉപയോഗിച്ചോ ഇവർക്ക് പോളിനേഷൻ നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ലില്ലി അല്ലെ, വാട്ടർ ലില്ലിയും വാട്ടറിന് മുകളിലായിട്ടാണ് അവരുടെ ഫ്ലവേഴ്സ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ ആര് വേണം? ഇൻസെക്റ്റോ വിൻഡോ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് അവിടെ വേണം. മാറിപ്പോകരുത്. ഇങ്ങനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ തെറ്റിച്ച് കളയരുത്, ആൻസർ കൃത്യമായിട്ട് എഴുതാട്ടോ. അങ്ങനെ നമുക്ക് ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. അതിൽ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. ഫ്ലവേഴ്സ് ആർ ഇൻകോൺസ്പിക്യൂസ് ആൻഡ് പൊസസ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ. നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ ഇങ്ങനെ നേക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അധികം ഫ്ലവർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കാണുന്നത്. പക്ഷേ അവർ സ്റ്റേമൻസ് വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സ്റ്റേമൻസ് എക്സ്പോസ്ഡ് ആയിരുന്നാൽ മാത്രമേ കാറ്റ് വരുമ്പോൾ ആ സ്റ്റേമൻസിൽ നിന്ന് പൊളൻ ഗ്രെയിൻസിനെ ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ്
ഫ്ലവേഴ്സ് ഒരുപാടുണ്ടാകും. അതേപോലെ അവരൊരു ഇൻഫ്ലോറസെൻസ് ആയിട്ട് പാക്ക് ചെയ്തായിരിക്കും കാണുന്നത്. നമ്മൾ ഈ പാടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഹീറോയിൻസൊക്കെ ഒരു തൂവൽ പോലുള്ള വലിയ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് അല്ലേ. അതും അതിൻ്റെ ഒരു ഫ്ലവർ ഇൻഫ്ലോറസെൻസ് ആണ് അതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ വിൻഡിലൂടെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫ്ലോറസെൻസ് ആയിരിക്കും കാണും. ഒരുപാട് ഇൻഫ്ലോറസെൻസ് ഉണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി പോളൻഗ്രെയിൻ വിൻഡിലൂടെയാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിൻഡിന് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് നോൺ സ്റ്റിക്കി പോളൻഗ്രെയിൻസ് ആയിരിക്കും. പെട്ടെന്ന് എങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാത്ത ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോളൻഗ്രെയിൻസ് ആയിരിക്കും. ലാർജ് ഫെദറി സ്റ്റിഗ്മ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സ്റ്റിഗ്മയിൽ കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊരു സ്റ്റിഗ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സിൻ്റെ പ്രസൻസ് കാണാം. എന്തിനു വേണ്ട, ഈസി ആയിട്ട് ഈ പോളൻഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാമല്ലേ, നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ഹെയർസ് കാണാമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ പാരൻസൊക്കെ പറയും അത് വാക്സ് ചെയ്യരുത്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഹെയർസ് എന്ന് പറയും. കാരണം നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഡസ്റ്റിനെ ഒരു പരിധി വരെയും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഹെയർസിന് സാധിക്കും. നമ്മുടെ മൂക്കിനുള്ളിലൊക്കെ ഹെയർസ് ഉണ്ട്, ചെവിയുടെ ഉള്ളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹെയർസ് കാണാം. അതെല്ലാം തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഒരു പരിധി വരെയും തടഞ്ഞു നിർത്താനായിട്ടും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെയർസ് ഉള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റിഗ്മയിലും കാണുന്നത്. സ്റ്റിഗ്മയിലായിട്ട് നമുക്ക് എന്ത് കാണാം, ഈ പറയുന്ന രീതിയിൽ കുഞ്ഞി കുഞ്ഞി ഫെദേഴ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫെദറി ലൈക്കുള്ള അപ്പിയറൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളൻഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഹാവ് എ സിംഗിൾ ഒവ്യൂൾ ഇൻ ഈച്ച് ഓവർ. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഓരോ ഓവറിലും ഒരു സിംഗിൾ ഒവ്യൂളെ കാണുള്ളൂ. നോർമലി നമുക്ക് ഒന്നിലധികം ഒവ്യൂൾസ് ഉള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട്, ഫ്ലവേഴ്സ് ഒരുപാടുണ്ട്. പക്ഷേ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ ഓവറിലും ഒരു സിംഗിൾ ഒവ്യൂൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നെക്ടറും ഓർഡറും ഒന്നും തന്നില്ല. കാരണം വിൻഡ് പോളിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നെക്ടറോ ഓർഡേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ഇൻകോൺസ്പിക്വസ് ആൻഡ് പോസസ് വെൽ എക്സ്പോസ്ഡ് stamen. ഫ്ലവേഴ്സ് ആർ ന്യൂമറസ് ആൻഡ് ദേ പാക്ക് ഇൻ ടു ആൻ ഇൻഫ്ലോറസെൻസ്. ചിലപ്പോൾ എന്താ പറയുക, ഒരുപാട് കാണും, ഒരുപാടായിട്ടായിരിക്കും കാണുന്നത്, ചിലപ്പോൾ അത് ഇൻഫ്ലോറസെൻസ് ആയിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. എങ്ങനെയായാലും കണ്ടീഷൻ ഓക്കെയാണ്. പോളൻഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, ലാർജ് ഫെദറി സ്റ്റിഗ്മ കാണാൻ സാധിക്കും. ഓരോ ഓവറിലും ഒരു സിംഗിൾ ഒവ്യൂളെ കാണുള്ളൂ. ആൻഡ് ആബ്സെൻസ് ഓഫ് നെക്ടർ ആൻഡ് ഓർഡർ. ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലവേഴ്സ് ഇൻകോൺസ്പിക്വസ് ആണ്, ദെൻ സ്മോൾ ഫ്ലവേഴ്സ് ആണ്. പോളൻഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. പക്ഷേ അതിനെ കോട്ട് ചെയ്ത് ഒരു മ്യൂസിലേജൻസ് കവറിങ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, വാട്ടറിലല്ലേ ഇത് ഷെഡ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പോളൻഗ്രെയിൻസിനെ കവർ ചെയ്ത് ഓരോ മ്യൂസിലേജൻസ് കോട്ടിങ് കാണാൻ സാധിക്കും. ഫ്ലവർ വോൾസ് ആർ കോട്ട് വിത്ത് വാക്സ് ഇഫ് പ്രസന്റ്. ഇനി ഫ്ലവർ വോൾസ് ഉണ്ടെങ്കിൽ, അതായത് സെപ്പൽസും പെറ്റൽസും ഒക്കെ കാണുന്ന ഒരു നിർബന്ധമില്ല. ഇൻ കേസ് സെപ്പൽസും പെറ്റൽസും പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, വാക്സ് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെ ഒരു വാക്സി കോട്ടിങ് നമുക്കവിടെ കാണാം. ആൻഡ് ഹാസ് നോൺ വെറ്റബിൾ സ്റ്റിക്കി സ്റ്റിഗ്മ. ഒരു നോൺ വെറ്റബിൾ ആയിട്ടുള്ള സ്റ്റിക്കി സ്റ്റിഗ്മ കാണാം. ആൻഡ് നെക്ടറും ഓർഡറും ഇവിടെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഹൈഡ്രോഫിലിയ അല്ലെങ്കിൽ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫ്ലവേഴ്സ് ആർ ഇൻകോൺസ്പിക്വസ് ആൻഡ് സ്മോൾ. പോളൻഗ്രെയിൻസ് ആർ ലൈറ്റ് ഇൻ വെയ്റ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് കോട്ടഡ് വിത്ത് മ്യൂസിലേജനസ്. ഫ്ലവർ വേൾസ് ആർ കോട്ട് വിത്ത് വാക്സ് ഇഫ് പ്രസന്റ്. ആൻഡ് നോൺ വെറ്റബിൾ സ്റ്റിക്കി സ്റ്റിഗ്മയുടെ പ്രസൻസ് കാണാം. ആൻഡ് നെക്ടറോ ഓർഡറോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇവർ കാണിക്കുന്നത്. പോളൻഗ്രെയിൻസ് സ്പൈനി ആയിരിക്കും, ഹെവി ആയിരിക്കും, പോളൻഗ്രിറ്റഡ് ആയിരിക്കും. അതായത് വരുന്ന പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് മീൻസ് അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്പൈനി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പോളൻഗ്രെയിൻസ് ആയിരിക്കും കാണുന്നത്. ആൻഡ് പോസസ് ഫ്രാഗ്രൻറ്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, നെക്ടറിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. നെക്ടർ കണ്ടിട്ടാണല്ലോ ഇൻസെക്റ്റോ ബേർഡ്സോ ഒക്കെ ഇവർ അട്രാക്ട് ചെയ്യുന്നത്.
ഇനി ഫ്ലവേഴ്സ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ക്ലസ്റ്റർ ആയിട്ട് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കാം, ഒരു ലാർജ് സിംഗിൾ ഫ്ലവർ ആയിട്ടായിരിക്കും കാണുന്നത്. ഭയങ്കര ഷോവി ഫ്ലവേഴ്സ് ആയിരിക്കും. നമ്മുടെ ചെമ്പരത്തിപ്പൂ പോലെ റോസാപ്പൂ പോലെയൊക്കെ പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസോട് കൂടിയിട്ടുള്ള ലാർജ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലോറസെൻസോ ആയിട്ടായിരിക്കും നമ്മുടെ എനമോഫിലസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് പ്രധാനമായും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് കേട്ടോ. നമുക്ക് വിൻ പോളിനേറ്റും പാഡ് പോളിനേറ്റും ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ പഠിച്ചോളാം. ബഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ലാർജ് ബ്രൈറ്റ് കളേർഡ് കപ്പ് ഷേപ്ഡ് അല്ലെങ്കിൽ ട്യൂബുലാർ കൊറോള ആയിരിക്കും. നമ്മൾ ഈ സൂചിമുഖി കിളിയൊക്കെ വന്നിട്ടില്ലേ, അവർ ഇതേപോലെ ഇങ്ങനെ കുറച്ചും കൂടിയും ഒരു ട്യൂബുലാർ ഷേപ്പുള്ള കൊറോള ആയിരിക്കും. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും അവർ കൂടുതൽ വന്നത് കേട്ടോ. ആൻഡ് അവരുടെ ആ ഒരു എന്താ പറയുക, ബീക്ക് ഇതിലേക്ക് ആഴ്ത്തിയിട്ടായിരിക്കും അവർ പോളൻ ഗ്രെയിൻസ് മീൻസ് നെക്ടർ എടുക്കുന്നത്. ഓർഡർലെസ് ആയിരിക്കും, സ്മെല്ലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മ്യൂസിലേജിനസ് നെക്ടർ, ഒരു മ്യൂസിലേജ് നെക്ടറിൻ്റെ പ്രസൻസ് ഒരുപാടുണ്ടായിരിക്കും. ഇനി ബാഡ് പോളിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ആയിരിക്കും. ഡൾ കളർ വിത്ത് സ്ട്രോങ് ഫ്രൂട്ടിങ് സ്മെൽ, കുറച്ചുകൂടി പഞ്ചൻ്റ് ആളൊരു സ്മെല്ലായിരിക്കും ബാഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് കാണുന്നത്. ആൻഡ് ഹാസ് ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് ആൻഡ് നെക്ടർ, ഇവർ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെക്ടറിൻ്റെയും പോളൻ ഗ്രെയിൻസിൻ്റെയൊക്കെ പ്രസൻസ് ഒരുപാട് ഇവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, വിൻ, വാട്ടർ ആൻഡ് ബേഡ്സ്, ബാറ്റ്, ഇതിൻ്റെ എല്ലാം പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള അവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ്, ദ ബോഡി ഓഫ് ദ ഒവ്യൂൾ ഇസ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്യൂണിക്കിൾ അറ്റ് മൈക്രോപൈൽ, ന്യൂസലസ്, ചലാസ, ഹൈലം. ഒവ്യൂളിൻ്റെ ബോഡി ഫ്യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൻ്റെ പേരാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഫ്യൂണിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്ത സ്ട്രക്ചറാണ് ഹൈലം എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. ശ്രദ്ധിക്കുക കേട്ടോ, ചോദിക്കുന്നതാണ്. ഒവ്യൂളായിട്ട് നമുക്ക് ലെയേഴ്സ് കാണാൻ പറ്റും. പ്രൊട്ടക്റ്റ് ചെയ്തതൊക്കെ രണ്ട് ഇൻറ്റഗ്യുമെൻറ്റ്സ് കാണാം. ദേ ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്, ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്. പ്രൊട്ടക്റ്റീവ് വാളിനെ പറയുന്ന പേരാണ് ഇൻറ്റഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ന്യൂസെല്ലസ് കാണാം. ഈ ന്യൂസെല്ലസിൻ്റെ ഫംഗ്ഷൻ ഞാൻ പിന്നീട് പറയാം. ഇത് എംബ്രിയോസാക്ക് ആണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാക്കിയുള്ള ഫെർട്ടിലൈസേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ഇത് ഒരു സ്റ്റോക്ക് പോലെ കാണപ്പെടുന്ന, ഒവ്യൂളിൻ്റെ പിടി പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഫ്യൂണിക്കിളാണ്, ഇത് മൈക്രോപൈലാണ്. ആൻഡ് നോക്കിയാൽ ഈ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ഹൈലം എന്ന് പറയുന്നത്. ആൻഡ് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ബോഡി ഓഫ് ദ ഒവ്യൂൾ ഇസ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്യൂണിക്കിൾ. ഉണ്ടോ, ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്ക് മീൻസ് ഒരു പിടി പോലെ കാണപ്പെടുന്നത് നമ്മുടെ ഒവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഹൈലം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, മൈക്രോപൈൽ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു പോളിനെ പറയുന്നതാണ് ചലാസൽ പോൾ എന്നും പറയും. ഓക്കെ. ആൻഡ് വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഫോർ വിൻ പോളിനേറ്റഡ് പ്ലാന്റ്സ്. ഞാനിപ്പോൾ പറഞ്ഞെന്ന കാര്യമാണ്, ജസ്റ്റ് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇതിൽ ഏതാണ് വിൻ പോളിനേറ്റഡ് പ്ലാന്റ്സുമായിട്ട് വന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? മെനി ഒവ്യൂൾസ് ഇൻ ഈച്ച് ഓവറി, flowers are small and not brightly colored, pollen grains are light and non-sticky, well exposed stamen and stigma. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ, നേരത്തെ ടോപ്പിക്ക് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്, ചോദിക്കുന്നൊരു പോയിന്റ് കൂടി ഞാനിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് our answer is many ovules in each ovary. കാരണം ഓരോ ഓവറിയിൽ ഒരു സിംഗിൾ ഒവ്യൂൾ മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് വിൻ പോളിനേറ്റഡ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which of the following has proved helpful in preserving pollen as fossil? നമുക്ക് ഈ ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ഫോസിൽസ്, നമ്മൾ പോളൻ ഗ്രെയിൻസ് ഫോസിൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലങ്ങനെ ഒരു പോളൻ ഗ്രെയിൻ നമുക്ക് ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യാനായിട്ട് അതിലുള്ള ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പോളൻ കിറ്റ്, ഓയിൽ കണ്ടന്റ്, സെലുലോസിക് ആൻഡ് ഇൻടൈൻ, സ്പോറോപോളിനിൻ. നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, സ്പോറോപോളിൻ ആണ്. അതായത് ഒരു പോളൻ ഗ്രെയിൻസിനെ ചുറ്റി കാണുന്ന, ഓക്കെ, ഇത് പോളൻ ഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിനിന് രണ്ട് ലെയേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, കവർ ചെയ്ത് രണ്ട് ലെയേഴ്സ് കാണാം.
അതിൽ പൊളൻഗ്രെയിനെ കവർ ചെയ്ത് കാണുന്ന പൊളൻഗ്രെയിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിനി ആന്തറിൻ്റെ കാര്യം പഠിക്കും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പൊളൻഗ്രെയിനെ കവർ ചെയ്ത് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് കാണുന്ന ലെയറാണ് എക്സൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇന്നർ മോസ്റ്റ് കാണുന്ന ലെയറിനെ പറയുന്ന പേരാണ് ഇൻടൈൻ എന്ന് പറയും. ആൻഡ് ഈ എക്സൈൻ ഇത് നിർമ്മിച്ചിട്ടുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പോറോപോളിൻ എന്ന് പറയുന്നത്. ഭയങ്കര ഹാർഡാണ്. ഹാർഡ് മീൻസ് അസിഡിക് നേച്ചറോ ആൽക്കലൈൻ നേച്ചറോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ എന്ത് വന്നാലും അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് സ്പോറോപോളിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ എക്സൈൻ ഓഫ് ദി പോളൻഗ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപോളിൻ. ഈ സ്പോറോപോളിനാണ് അതിൻ്റെ പോളൻഗ്രൈൻസിൻ്റെ പ്രിസർവേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ എക്സൈനിൽ തന്നെ നമുക്ക് കുറച്ച് പോറുകൾ കാണാം, ഹോള് പോലെ സ്ട്രക്ചർ കാണാം. ആ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ജേം പോർ എന്നാണ് പറയുന്നത്. ഇനി പൊളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. ഒരു സ്റ്റിഗ്മയിൽ, ഇതൊരു സ്റ്റിഗ്മയാണെങ്കിൽ ഈ സ്റ്റിഗ്മയിൽ പൊളൻഗ്രെയിൻ വന്ന് വീണ് കഴിയുമ്പോൾ പൊളൻഗ്രെയിനിൽ നിന്നും ഒരു പോളൻ ട്യൂബ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ആ പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നത് അകത്തുള്ള എക്സൈൻ എന്നാണ് കേട്ടോ. ഈ എക്സൈനാണ് ശരിക്കും പോളൻ ട്യൂബ്. ഈ എക്സൈനാണ് ജേം പോറിലൂടെ പോളൻ ട്യൂബ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് താഴേക്ക് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, pollen grain can be stored for several years in liquid nitrogen having a temperature of -120 degrees Celsius, -80 degrees Celsius, -196 degrees Celsius and -160 degrees Celsius. ഒരുപാട് വർഷങ്ങൾ നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. -196 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ മെഗാസ്പോർ ആൻഡ് ആൻജിയോസ്പേം ഡെവലപ്പ് ഇൻ ടു ഒവ്യൂൾ, എൻഡോസ്പേം, എംബ്രിയോസാക്, എംബ്രിയോ. ഒരു ഫ്ലവറിലെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എംബ്രിയോസാക്ക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതിൽ നമ്മൾ എംബ്രിയോസാക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒവ്യൂൾ വരെയും പറഞ്ഞില്ലായിരുന്നോ? ഒവ്യൂൾ എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒവ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസ് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസാണ്. ഇവർ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു സെൽസാണ്. ഈ ന്യൂസെല്ലസിലെ ഓരോ സെല്ലും മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. മെഗാസ്പോർ മദർ സെല്ല്. ഈ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത്, അതായത് ഇതിന് മിയോസിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് മിയോസിസ് എന്ന്. ഒരു റിഡക്ഷൻ ഡിവിഷനാണ്. ക്രോമസോം നമ്പർ നേരെ പകുതിയാകും. അപ്പോൾ ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ടാണ് മെഗാസ്പോർ ഫോം ചെയ്യുന്നത്. ഓക്കെ, മെഗാസ്പോർ ഫോം ചെയ്യുന്നത്. ശരിക്കും 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നുണ്ട്. 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നതിൽ 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. നോർമലി അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ. 4 ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാകുള്ളൂ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് വീണ്ടും ഡിവിഷൻ സംഭവിച്ച് എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. ഡിവിഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഒരു മെഗാസ്പോർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 8 ന്യൂക്ലിയസ് ഫോം ചെയ്യും. 1 2 3 4 5 6 7 8 ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന 8 ന്യൂക്ലിയസിൽ ശ്രദ്ധിച്ചിരിക്കുക, 3 ഒരു പോളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നമ്മളിതിനെ ആൻറ്റിപോഡൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻറ്റിപോഡൽസ് എന്ന് പറയും. 3 അടുത്ത പോളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇതൊരു സെല്ലായിട്ട് ഇവിടെ ഒരു സെല്ല്, ഇവിടെ ഒരു സെല്ല്, ഇവിടെ ഒരു സെല്ല്, 3 ന്യൂക്ലിയസും നിൽക്കുവാണ്. ഇതിൽ 1 എഗ്ഗും ബാക്കി 2 നമ്മൾ സൈനർഗിഡ് എന്നാണ് പറയുന്നത് കേട്ടോ. സൈനർഗിഡ് എന്ന് പറയും. ബാക്കിയുള്ള 2 സെൻറ്ററിൽ വന്ന് നിൽക്കും. ഓക്കെ, 2 പോളാർ ന്യൂക്ലിയസ് ഒരുമിച്ച് വന്ന് സെൻറ്ററിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ സെൻട്രൽ സെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നോക്കുമ്പോൾ ഇതിൽ എത്രയുണ്ട്? 7 സെല്ലേ ഉള്ളൂ. നോക്കിയോ, 1 2 3 4 5 6 7 സെല്ലേ ഉള്ളൂ. പക്ഷേ 8 ന്യൂക്ലിയസ് ഉണ്ട്. അതായത് സെൻറ്ററിൽ കാണുന്ന ഈ സെൻറ്റർ സെല്ലിലായിട്ട് 2 ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് ഒരു മെച്ചുവേർഡ്
എംബ്രിയോ സാക്കിൽ ഒരു ആൻജിയോസ്പേമിൽ കാണുന്ന മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിൽ 7 സെല്ലും 8 ന്യൂക്ലിയസുമായിട്ടാണ് കാണുന്നത്. 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞതാണ്. 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് സ്ട്രക്ചറിലാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പോയതാണ് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡാണ് കാണുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇതിൽ ന്യൂസെല്ലസ് ആണ്. ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോകാത്ത, എന്നാലും അത്യാവശ്യം ഞാൻ പറയുന്നുണ്ട്. ന്യൂസെല്ലസ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. മിയോസിസ് സംഭവിച്ച് മെഗാസ്പോർ ഉണ്ടാകും. 4 മെഗാസ്പോറിൽ ഒരെണ്ണം മാത്രമേ ഫങ്ഷൻ ഉണ്ടാകുള്ളൂ. അത് എംബ്രിയോസാക്കായിട്ട് മാറും. എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് സ്ട്രക്ചറിലാണ് എംബ്രിയോസാക്ക് കാണുന്നത്. ആൻഡ് എ ഡയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റ് പ്രിവെന്റ് ബോത്ത് ഓട്ടോഗമി ആൻഡ് സീനോഗമി, ഓട്ടോഗമി ആൻഡ് ഗീറ്റ്നോഗമി, ഗീറ്റ്നോഗമി ആൻഡ് സീനോഗമി, ക്ലീസ്റ്റോഗമി ആൻഡ് സീനോഗമി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് ഡയേഷ്യസ് പ്ലാന്റിൽ എന്തായിരിക്കും പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ്സ് പ്രിവെൻറ്റ് ബോത്ത്. എന്തൊക്കെ? ഓട്ടോഗമി എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷനാണ്, ഗീറ്റ്നോഗമി എന്ന് പറയുന്നത് ഒരു സെൽഫ് പോളിനേഷനാണ്. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ, ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക്, മോണേഷ്യസ് പ്ലാന്റും ഉണ്ട്, ഡയേഷ്യസ് പ്ലാന്റും ഉണ്ട് കേട്ടോ. പ്ലാന്റ് കണ്ടീഷനാണ്. നേരത്തെ ഫ്ലവർ കണ്ടീഷൻ പറഞ്ഞപ്പോൾ ബൈസെക്ഷൽ ഫ്ലവർ, അത് ഫ്ലവറിൻ്റെ കാര്യം പറയുന്നതാണ്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ മെയിലും ഉണ്ടായിരിക്കും ഫീമെയിലും ഉണ്ടായിരിക്കും. യൂണിസെക്ഷൽ എന്ന് പറയുന്ന ഫ്ലവറിൽ മെയിൽ, ഒരു ഫ്ലവറിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ കാണുള്ളൂ. ഫ്ലവർ കണ്ടീഷനാണ്. ഇത് പ്ലാന്റ് കണ്ടീഷനാണ്. മൊണേഷ്യസ് എന്ന് പറയുന്ന പ്ലാന്റിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവേഴ്സും കാണാൻ പറ്റും, ഫീമെയിൽ ഫ്ലവേഴ്സും കാണാൻ പറ്റും. അതാണ് മൊണേഷ്യസ് എന്ന് പറയുന്നത്. ഡയേഷ്യസ് എന്ന് പറയുന്നതിൽ ഒരു പ്ലാന്റിൽ ഒന്നുകിൽ മെയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡയേഷ്യസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ എന്തുണ്ടാവില്ല? ഏതെങ്കിലും ഒരെണ്ണല്ലേ ഉള്ളൂ, മെയിൽ മാത്രം അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓട്ടോഗമി നടക്കുമോ? ഓട്ടോഗമി നടക്കണമെങ്കിൽ എന്താണ്? സെൽഫ് പോളിനേഷൻ ആണ്. ഇതിൽ തന്നെ മെയിലോ ഫീമെയിലോ വേണം, അല്ല മെയിലും ഫീമെയിലും വേണം. ഓക്കെ, ഗീറ്റ്നോഗമി അങ്ങനെയാണ്. ഒരു പ്ലാന്റിൽ തന്നെ 2 ഫ്ലവറിൽ ഏതെങ്കിലും ഒന്നിലും മെയിലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫീമെയിലെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് ഡയേഷ്യസ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ എന്തായിരിക്കും? ഓട്ടോഗമിയും ഗീറ്റ്നോഗമിയും നടക്കില്ല. എന്ത് മാത്രമേ നടക്കുകയുള്ളൂ? സീനോഗമി മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഡയേഷ്യസ് പ്ലാന്റ്സും മൊണേഷ്യസ് പ്ലാന്റും എന്താണെന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, flowers which have a single ovule in the ovary are packed into inflorescence are usually pollinated by the ഒരൊറ്റ പോയിന്റ് മതി എൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരുന്നതായിട്ട്. വാട്ടർ, ബി, വിൻഡ് ആൻഡ് ബാറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, വിൻഡ് ആണ്. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലാണ് ഒരു ഓവറിയിൽ സിംഗിൾ ഒവ്യൂളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, attractants and rewards are required for anemophily, entomophily, hydrophily, cleistogamy. അതായത് ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവാർഡ്സ്, പോളൻ ഗ്രെയിൻസോ നെക്ടറോ അങ്ങനെയുള്ള ഏതെങ്കിലും റിവാർഡ്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പിലുള്ള പോളിനേഷൻ എക്സാമ്പിൾ ആയിരിക്കും? എനമോഫിലിയാണ്, വിൻഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നെക്ടറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഹൈഡ്രോഫിലിക്കും അതേപോലെ തന്നെ നെക്ടറിൻ്റെ ഓർഡറിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ല. അതെന്തിലാണ് വന്നത്? എൻറ്റമോഫിലിയിലാണ് വന്നത്. ഓക്കെ, ഇൻസെക്റ്റിനെയും ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ റിവാർഡ്സ് അവരുടെ കയ്യിൽ കയറുന്നത്. സോ എൻറ്റമോഫിലിക് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് അട്രാക്റ്റൻസ് ആൻഡ് റിവാർഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ഇൻ ജനറ്റിക് ഡ്രിഫ്റ്റ്, ഹെട്രോസിസ്, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, പോളി എംബ്രിയോൺ. ഞാൻ ഇത് നേരത്തെ പറഞ്ഞതാണ്. ഒരു പ്ലാന്റിൽ, ഒരു ഫ്ലവറിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോളിനേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകും? ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാകും. The ovule of an angiosperm is technically equivalent to megaspore mother cell, മെഗാസ്പോർ, മെഗാസ്പൊറാഞ്ചിയം, മെഗാസ്പോറോഫിൽ. ഒരു ആൻജിയോസ്പേമിലെ ഒവ്യൂൾ എന്ന് പറയുന്നത് താഴെ പറയുന്ന എന്തിന് ഈക്വൽ ആണ്? ഫസ്റ്റ് 2 ഓപ്ഷൻക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. മെഗാസ്പോർ മദർ സെൽ, മെഗാസ്പോർ എന്നുള്ളത്. നമ്മുടെ ആൻസർ മെഗാസ്പൊറാഞ്ചിയം ആണ്. മെഗാസ്പൊറാഞ്ചിയം, സ്പോർസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മെഗാസ്പൊറാഞ്ചിയം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒവ്യൂളിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത്, which of the following statement is not
ട്രൂ തന്നിട്ടുള്ളതിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Pollen grains of many species can germinate on stigma of the flower, but only one pollen tube of the same species grow into the style. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണേ, ഓർക്കണേ. ഇൻസെക്ട് that consume pollen or nectar without bringing about pollination are called pollen or nectar robbers. അതായത് ഇൻസെക്റ്റ് അവർ പോളൻ ഗ്രെയിൻസോ നെക്ടറോ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിഷൻ നടത്തുന്നില്ല എങ്കിൽ നമ്മളൊരു പോളൻ നെക്ടർ റോബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പോളൻ ജെർമിനേഷൻ ആൻഡ് പോളൻ ട്യൂബ് ഗ്രോത്ത് ആർ റെഗുലേറ്റഡ് ബൈ ദ കെമിക്കൽ കമ്പോണൻസ് ഓഫ് പോളൻ ഇന്ററാക്ടിങ് വിത്ത് ദോസ് ഓഫ് ദ പിസ്റ്റിൽ. Some reptiles have also been reported as pollinators in some plant species. ചില റെപ്റ്റൈൽസിനെ നമ്മൾ പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു പോളൻ റോബേഴ്സ് എന്ന് പറഞ്ഞത് കറക്റ്റാണ്, അതേപോലെ തന്നെ റെപ്റ്റൈൽസ് പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റും കറക്റ്റാണ്. പോളൻ ജെർമിനേഷനും പോളൻ ട്യൂബ് ഗ്രോത്തും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക പിസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസിൻ്റെ പ്രസൻസിലാണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. pollen grains of many species can germinate on the stigma of the flower, but only one tube of the same species grows into the style. ഇതിൽ പറഞ്ഞിട്ടുണ്ടത് pollen grains of many species, അതായത് ഒരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ അതിൻ്റെ തന്നെ അക്യുറേറ്റ് ആയുള്ള pollen grain വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. മെനി സ്പീഷീസ് അവിടെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ്സ് വൈ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. Next, which of the following statement is not true? Tapetum help in dehiscence of anther. Exine of the pollen grain is made up of sporopollenin. Pollen grain is many species cause severe allergy. Stored pollen in liquid nitrogen can be used in the crop breeding programs. തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആന്തറിൻ്റെ ഡെഹിസൻസിന് വേണ്ടിയിട്ടല്ല ടാപ്പിറ്റം ഹെൽപ്പ് ചെയ്യുന്നത്, പക്ഷേ സ്പോറോപോളിൻ നമ്മുടെ എക്സൈൻ നിർമ്മിച്ചിട്ടുള്ളത് സ്പോറോപോളിൻ ഉപയോഗിച്ചിട്ടാണ്. ചില പ്ലാന്റ്സിൻ്റെ പൊളൻ ഗ്രെയിൻസ് അലർജിക്ക് കാരണമാകുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ -196°C നമ്മൾ പൊളൻ ഗ്രെയിൻസ് കീപ്പ് ചെയ്യുമെന്ന്, നമുക്കത് പിന്നീട് പ്ലാന്റ് ബ്രീഡിങ് അല്ലെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്സിനൊക്കെ വേണ്ടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണിത്. ആൻതർ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേമൻ 2 പാർട്ടുണ്ട്, ഫിലമെൻറ്റും ആൻതറുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ആൻതറിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആൻതറിന് 4 വോൾ ലെയേഴ്സ് കാണാൻ പറ്റും. ഏറ്റവും ഔട്ടറായിട്ട് കാണുന്നത് എപ്പിഡെർമിസ്, ദെൻ എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ദെൻ ടാപ്പിറ്റം. ഇതാണ് 4 ലെയേഴ്സ് കേട്ടോ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടാപ്പിറ്റം. ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയറാണ് ടാപ്പിറ്റം. ബാക്കി 3 ലെയേഴ്സും പുറമേ ആയിട്ട് കാണുന്നതാണ് കേട്ടോ. ഈ 3 ലെയേഴ്സും നമ്മുടെ ആന്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡെഹിസൻസിനും വേണ്ടിയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്ന ടാപ്പിറ്റം ഹെൽപ്പ് ചെയ്യുന്നത് ടു ഗീവ് നൗറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ. നോക്കി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻസ് കാണാം. ഇതിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അതെ, ഇവിടെ പോളൻ ഗ്രെയിൻസ് കാണാം. ഈ വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ടാപ്പിറ്റം എന്ന് പറയുന്ന സെല്ല്. ഓക്കെ, അല്ലെങ്കിൽ ലെയർ. ഓക്കെ ആണല്ലോ. 4 ലെയേഴ്സ്: എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടാപ്പിറ്റം. ദീസ് ആർ ദ 4 ലെയേഴ്സ് പ്രസന്റ് ഇൻ ആന്തർ. നോക്കുക, ടാപ്പിറ്റം ഇന്നർമോസ്റ്റ് വോൾ ലെയർ ആണ്. അതിൽ നമുക്ക് ഡെൻസ് സൈറ്റോപ്ലാസം കാണാം ആൻഡ് ഒന്നിലധികം ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കാണാം. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിനെ നൗറിഷ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് പ്രൊഡ്യൂസ് ഉബിഷ് ബോഡീസ്. ഈ ഉബിഷ് ബോഡീസ് എന്ന് പറയുന്നത് സ്പോറോപോളിനുമായി കണക്ട് ചെയ്ത് വന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഉബിഷ് ബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ടാപ്പിറ്റാണ്. ഓക്കെ, ഉബിഷ് ബോഡീസ് ആണ് സെക്രീറ്റ് സ്പോറോപോളിൻ. ഓക്കെ, അടുത്തത് പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫിലമെന്റ് ഓഫ് ദ സ്റ്റേമൻ ഈസ് അറ്റാച്ച്ഡ് ടു ആന്തർ, കണക്റ്റീവ്, പ്ലാസൻഡ, തലാമസ് ഓർ പെറ്റൽ. നമ്മുടെ ഫിലമെന്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റേമൻ്റെ. ഈ സ്റ്റേമൻ്റെ ഫിലമെന്റ് അതിൻ്റെ അറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്ലവറിൻ്റെ ഏത് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പ്രോക്സിമൽ എൻഡ് ആയതുകൊണ്ട് തന്നെ തലാമസ് ഓർ പെറ്റൽസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെമ്പരത്തി പൂവിൻ്റെ ഒക്കെ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ ആയാലും ഈ ഫിലമെൻ്റ് എപ്പോഴും കണക്ട് ചെയ്തിട്ടുള്ളത് പെറ്റൽ അല്ലെങ്കിൽ തലാമസിലായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ദ പ്ലേസ് നോൺ ആസ്
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനിയുണ്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം നമ്മുടെ ടോപ്പിക്സ് ഒന്നും കംപ്ലീറ്റഡ് ആയിട്ടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഉള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്